നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ ക്ലർക്കിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്ക് ഷിബിൻ. തലശ്ശേരി സെന്റിനറി പാർക്ക് നവീകരണം ഉടൻ പൂർത്തീകരിച്ച് മാർച്ച് മാസം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സജ്ജമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ. തലശ്ശേരി നഗരസഭയിൽ ULCCS ഏറ്റെടുത്ത പ്രധാന പദ്ധതികൾ അവലോകനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റ് മുൻമന്ത്രിയുമായ PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണം ശനിയാഴ്ച അനുസ്മരണ റാലിയോടെ പാനൂരിൽ സമാപിക്കും. പാലക്കുൽ UP സ്കൂളിൽ നടക്കുന്ന മഹിളാ സംഗമം മുൻ MLA ജമീല പ്രകാശം ഉദ്ഘാടനം ചെയ്യും. കൊളവല്ലൂർ LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിനു വേണ്ടി ആധുനിക സംവിധാനത്തിൽ നിർമ്മിച്ച കെട്ടിടം 18 രാവിലെ 10:30 നാടിന് സമർപ്പിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. പാനൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ ക്ലർക്കിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്ക് ഷിബിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ സ്കൂളിലെത്തിയ ഷിബിനെ ഉച്ചയോടെ കാണാതായതിനെ തുടർന്ന് സ്കൂളിലെ അധ്യാപകർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല. തുടർന്ന് CCTV പരിശോധിച്ചപ്പോൾ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിച്ച കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്ക് കോണി കയറി പോവുകയായിരുന്ന ഷിബിനെ കാണുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടത്തിന്റെ ഫാനിൽ തൂങ്ങിയ നിലയിൽ ഷിബിനെ കണ്ടെത്തിയത്. പാനൂരിലെ ഓണിയൻ ബാലൻ, ശാന്ത എന്നിവരുടെ മകനാണ്. അനഘയാണ് ഭാര്യ. ഐനിക ഏക മകളാണ്. സിബിന സഹോദരിയാണ്. പാനൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മരണകാരണം വ്യക്തമായിട്ടില്ല. പാനൂർ നഗരസഭ 1ാം വാർഡ് BLO ആയി പ്രവർത്തിച്ചു വരികയായിരുന്നു. നമ്മുടെ ചാല ശുചിത്വ സുന്ദരം കൈകൾ കോർക്കാം നാടിന്റെ നന്മയ്ക്ക് ക്യാമ്പയിനിന്റെ ഭാഗമായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാല ടൗണിൽ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാല ടൗണിൽ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പൊതുരംഗത്ത് മാത്രം പോലെ നമ്മുടെ ജീവിതശൈലികളാകമാനം ഒരു ശുചിത്വബോധമുണ്ടായി. നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അതിന് ഏറ്റവും നല്ല നിലയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഭാരവാഹികൾ, സുഹൃത്തുക്കൾ എന്നുവേണ്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ, നാട്ടുകാർ എല്ലാവരും അടങ്ങുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഒരു ചടങ്ങായി മാത്രം അവസാനിപ്പിക്കാതെ ജീവിത യാത്രയിൽ എല്ലാ രംഗത്തും ഈ ശുചീകരണ ബോധം നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ചാല ജംഗ്ഷൻ വരെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ബിന്ദു, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശ്രീധരൻ സംഘമിത്ര, ഹാരിസ് പടന്നോട്ട്, PK പത്മജ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, റിസോഴ്സ് പേഴ്സൺ K നാരായണൻ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അജയ് കുമാർ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KV പ്രസീത എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തോടനുബന്ധിച്ച് COA പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ന്യൂമാഹിയിൽ വെച്ച് നടന്നു. തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തോടനുബന്ധിച്ച് COA പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേത്രപരിശോധന, തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് എന്നിവ ന്യൂമാഹിയിൽ നടന്നു. തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ന്യൂമാഹി മുകുന്ദൻ പാർക്കിൽ നടന്ന ക്യാമ്പ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK റീജ ഉദ്ഘാടനം ചെയ്തു. കണ്ണിനെ നമ്മൾ സംരക്ഷിക്കും, അതുപോലെ തന്നെ അത് നമ്മളെയും സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കണ്ണ് നമ്മളൊരു ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതിനെ വേണ്ട രീതിയിൽ ചികിത്സിച്ച്
അതിൻ്റെ പൂർണ്ണമായ എന്തെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ ചികിത്സകൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സിഒൻ്റെ ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇവരുടെ സമ്മേളനങ്ങൾ 3 ഘട്ടങ്ങളായിട്ടാണ്. മേഖലാ സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 10-15 വർഷമായി ഇവർ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് സമ്മേളനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടൊന്ന് കല്ലിക്കണ്ടിയിൽ നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. നാളെ പാനൂരിൽ, ഇന്ന് ഇവിടെ നടക്കുന്നു, നാളെ പാനൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ താഴെ തട്ടിലുള്ള സാധാരണക്കാർ ജനങ്ങളുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു സംഘടനയാണ് സിഒ. അവരുടെ കൂടുതൽ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ ഇവർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സിഒയെ പാനൂർ മേഖലാ പ്രസിഡന്റ് ഷാജി കൊറോത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ TH അസ്ലം, ഹസീന, സിഒയെ ജില്ലാ വൈസ് പ്രസിഡന്റ് C സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം MK ഹരികൃഷ്ണൻ, കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ ഓമന, ക്യാമ്പ് കോർഡിനേറ്റർ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. സിഒയെ പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി E ഉദയകുമാർ നന്ദിയും പറഞ്ഞു. ശനിയാഴ്ച പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ നിർവഹിക്കും. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 8089033008, 7975511001 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഓരോ ദിവസവും ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം നൽകുക. പാനൂർ മേഖലാ സമ്മേളനം ജനുവരി 28-ന് മാഹി റീഡ്സ് അവന്യൂവിലും, കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പിലും, സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിലും നടക്കും. ന്യൂമാഹി പെരിങ്ങാടി വയലക്കണ്ടി രേരോത്ത് റോഡ് നാടിന് സമർപ്പിച്ചു. ന്യൂമാഹി പഞ്ചായത്ത് അംഗം PK സുനിത ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹി പെരിങ്ങാടി വയലക്കണ്ടി രേരോത്ത് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം PK സുനിത നിർവഹിച്ചു. റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ച വളരെയധികം സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ഈ പരിസരവാസികളും അതേപോലെ മെമ്പറും എല്ലാവരുടെയും കഴിവുകൊണ്ട് റോഡ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു. ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് മുൻ പഞ്ചായത്ത് അംഗം ഫാത്തിമ കുഞ്ഞിത്തയ്യൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം TH അസ്ലം സ്വാഗതം പറഞ്ഞു. വയലക്കണ്ടി റസാഖ് ഹാജി, പഞ്ചായത്ത് അംഗം AC രേഷ്മ, അനീഷ്, VK ബാബു, TH ഇബ്രാഹിം, അജേഷ് മാസ്റ്റർ, സുലൈമാൻ കിഴക്കയിൽ, C പീതാംബരൻ, OV സുഭാഷ് എന്നിവർ സംസാരിച്ചു. കോൺട്രാക്ടർ വിജയൻ, ഷാജി കൊള്ളുമ്മൽ, CH പ്രഭാകരൻ, സാബിർ കിഴക്കയിൽ, അസ്നിൽ അബ്ദുൽ ഖാദർ, MK പവിത്രൻ, CT പവിത്രൻ, ഷറഫു വയലക്കണ്ടി, യൂസഫ് NK, TH നിജാസ് എന്നിവർ നേതൃത്വം നൽകി. നഗരത്തിൽ നിലവിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ നെല്ലിക്കയുടെ രുചി പോലെയാണെന്ന് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്റർ ചെയർമാനായി ചുമതലയേറ്റ കാരായി ചന്ദ്രശേഖരനും IMA ദേശീയ വൈസ് പ്രസിഡന്റായ ഡോക്ടർ R രമേശനും നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ചെയർമാൻ. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്റർ ചെയർമാനായി ചുമതലയേറ്റ കാരായി ചന്ദ്രശേഖരനും IMA ദേശീയ വൈസ് പ്രസിഡന്റായ ഡോക്ടർ R രമേശനും സ്വീകരണം നൽകി. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ ലക്ഷ്യമിടുന്നതെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. കണ്ടിക്കലിൽ അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഉപനഗരം സൃഷ്ടിക്കും. ഇതിനാവശ്യമായ സ്ഥലം അവിടെയുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തലശ്ശേരിയിലെ എൻ്റെ സുഹൃത്തുക്കൾ മറ്റ് പല ഘട്ടത്തിലും തലശ്ശേരി കണ്ടുമുട്ടുന്നവരാണ്, പല തമാശയും പറയുന്നവരാണ്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ വികസന വിരോധി നിലയ്ക്കല്ലെങ്കിലും വികസന കാഴ്ചപ്പാടിൻ്റെ ആ ഭാരം ഇവരുടെ തടങ്ങ് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നാറുണ്ട്. ഏതായാലും ഇതിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഒന്ന് തലശ്ശേരി മൈസൂർ റെയിൽവേയാണ്. 100 കൊല്ലത്തെ പഴക്കവും നമ്മുടെ സജീവമാണിത്. ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിലിങ്ങനെയും ഓരോ നിർദ്ദേശവും വരും. വികസനത്തെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളെപ്പെട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ മൈസൂർ തലശ്ശേരി റെയിൽവേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം തലശ്ശേരി വന്നപ്പോൾ സ്വകാര്യ സംഭാഷണം പറഞ്ഞത് കേരളത്തിലെ ഗവൺമെൻറ് ഉപേക്ഷിച്ചിട്ടില്ല, അതിന് പിന്നാലെയുണ്ട്.
പക്ഷേ പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ചില താല്പര്യങ്ങൾ ബന്ധപ്പെട്ട് വർഷങ്ങളായി കഴിഞ്ഞു നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ശ്രമം ഇപ്പോൾ വികസന വേദി എന്ന് പറഞ്ഞ സംഘടന ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നുകൊണ്ട് മാത്രം അത് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി റിട്ട് ഫയൽ ചെയ്യണം. കാരണം 100 വർഷത്തോളം പഴക്കമുള്ളൊരാശയം എന്തുകൊണ്ടാണ് തലശ്ശേരിയിൽ വരാത്തത്? ഈ 100 കൊല്ലത്തിനിടയിൽ റെയിൽവേയിൽ എവിടെയെല്ലാം ഇത്തരം പുതിയ പാതകൾ വന്നിട്ടുണ്ട്. ഇത് എത്രമാത്രം ലാഭകരമാണ്, എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. തലശ്ശേരി മൈസൂർ റെയിൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതും യാഥാർത്ഥ്യമാകുമെന്നും കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. വേൾഡ് വ്യൂ റീജൻസിയിൽ നടന്ന പരിപാടിയിൽ ചാപ്റ്റർ പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷനായി. ടി കെ രജീഷ്, ആർ ബാബുരാജ്, സച്ചിൻ സൂര്യകാന്ത്, അനിൽകുമാർ, നവാസ് മേത്തർ, രചന ദിൽനാഥ് എന്നിവർ സംസാരിച്ചു. പ്രദീപ് പ്രതിഭ സ്വാഗതവും രാകേഷ് കരുണൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി സെന്റിനറി പാർക്ക് നവീകരണം ഉടൻ പൂർത്തീകരിച്ച് മാർച്ച് മാസം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സജ്ജമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ. തലശ്ശേരി നഗരസഭയിലെ ULCCS ഏറ്റെടുത്ത പ്രധാന പദ്ധതികളെക്കുറിച്ച് നഗരസഭാ ഓഫീസിൽ നടത്തിയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു ചെയർമാൻ. നഗരസഭയിലെ ULCCS ഏറ്റെടുത്ത പ്രധാന പദ്ധതികളെക്കുറിച്ച് നഗരസഭാ ഓഫീസിൽ അവലോകന യോഗം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ വി സതി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാരതി ടീച്ചർ, കൗൺസിലർമാരായ VM സുകുമാരൻ, കാന്തലോട്ട് വത്സൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജ, AEമാരായ ടി ഷജിൽ, NV മിഥില, റഹില റാബിയ, ULCCS പ്രതിനിധികളായ പി പ്രകാശൻ, കെ പ്രകാശൻ, കെ റിജു, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ULCCS ഏറ്റെടുത്ത റോഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ യോഗത്തിൽ ധാരണയായി. തുടങ്ങിവെച്ച പദ്ധതികൾ ഉടൻ പൂർത്തീകരിക്കും. മറ്റു പദ്ധതികൾ ഉടൻ ആരംഭിക്കും. സെന്റിനറി പാർക്ക് നവീകരണം ഉടൻ പൂർത്തീകരിച്ച് മാർച്ച് മാസം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സജ്ജമാകും. പ്രമുഖ സോഷ്യലിസ്റ്റും മുൻ മന്ത്രിയുമായ PR കുറുപ്പിന്റെ 26ാം ചരമവാർഷികാചരണം ശനിയാഴ്ച അനുസ്മരണ റാലിയോടെ പാനൂരിൽ സമാപിക്കും. 17 രാവിലെ 9 പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും. വൈകിട്ട് 4 പാലക്കൽ UP സ്കൂളിൽ നടക്കുന്ന മഹിളാ സംഗമം മുൻ MLA ജമീല പ്രകാശം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മന്ത്രി PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണം ജനുവരി 17 അനുസ്മരണ റാലിയോടെ പാനൂരിൽ സമാപിക്കും. PR-ന്റെ കർമ്മഭൂമികയായിരുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് 25ാം ചരമവാർഷികം ആചരിച്ചതെന്നും നേതാക്കൾ അറിയിച്ചു. 17 രാവിലെ 9 പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തും. വൈകിട്ട് 4 പാലക്കുൽ UP സ്കൂളിൽ മഹിളാ സംഗമം നടക്കും. മുൻ MLA ജമീല പ്രകാശം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രിക പതിയന്റെ അധ്യക്ഷയാകും. തുടർന്ന് പാലക്കുലിൽ നിന്നും ആരംഭിക്കുന്ന അനുസ്മരണ റാലി പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കും. പൊതുസമ്മേളനം RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. റാലിയായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു 3 മണിക്ക് അവിടെ നടക്കുന്ന മഹിളാ സംഗമം, അതിനുശേഷം റാലി സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാറാണ്. അതേപോലെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നത് ജാർഖണ്ഡിലെ തൊഴിൽ വ്യവസായ വകുപ്പ് മന്ത്രി സജയ് പ്രസാദ് യാദവാണ്. അദ്ദേഹം നാളെ വൈകിട്ട് രാത്രിയോടെ ഇവിടെ എത്തിച്ചേരും, കണ്ണൂരിൽ എത്തിച്ചേരും. പിറ്റേന്ന് പരിപാടിയിൽ പങ്കെടുക്കും. പിന്നെ പ്രമുഖ നേതാക്കന്മാർ നീലോദാസ് നാടാറുണ്ട്, ജമീല പ്രകാശ്, ശ്രീ മടവൂർ, പിന്നെ സംസ്ഥാന മണ്ഡലം ജില്ലാ നേതാക്കന്മാരും മുഴുവൻ പങ്കാളികളാണ്. ഇതിൽ പൂർണ്ണമായി എല്ലാവിധ പിന്തുണയും പ്രവർത്തിക്കുകയാണ്. ഒരു മാസമായി പരിപാടി വിവിധ മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജാർഖണ്ഡ് തൊഴിൽ വ്യവസായ വകുപ്പ് മന്ത്രി സഞ്ജയ് പ്രസാദ് യാദവ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. KP മോഹനൻ MLA, RJD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ, മുൻ MLA നീലളൂർ ദാസ് നാടാർ, സലീം മടവൂർ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ തുടങ്ങിയവർ പ്രസംഗിക്കും. ഈ ജനുവരി 17 25 വർഷം പൂർത്തിയാവുകയാണ്. വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയിലൂടെ ഈ നിയോജക മണ്ഡലത്തിലെ ജനതയുടെ മനസ്സിൽ ജീവിച്ച ഒരു നേതാവാണ് PR.
ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള ശക്തമായ നിലപാടുകളും ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടമൊക്കെ നടത്തിക്കൊണ്ട് വേദന അനുഭവിക്കുന്നവൻ്റെ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ സുഖത്തിനും ദുഃഖത്തിനും പങ്കാളികളായുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയോജക മണ്ഡലത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ PR കെട്ടിപ്പടുത്തത്. ഇവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും PR-നെ എതിർത്ത ഘട്ടത്തിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വളർന്നത്. PR-ന്റെ ഓർമ്മകൾ ഇന്നും ഈ നിയോജക മണ്ഡലത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ PK പ്രവീൺ, ജനറൽ കൺവീനർ P ദിനേശൻ, RJD ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത്, RJD മണ്ഡലം സെക്രട്ടറി സജീന്ദ്രൻ പാലത്തായി എന്നിവർ പങ്കെടുത്തു. കൊളവല്ലൂർ LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിനു വേണ്ടി ആധുനിക സംവിധാനത്തിൽ നിർമ്മിച്ച കെട്ടിടം 18-ന് രാവിലെ 10:30 നാടിന് സമർപ്പിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വിദ്യാലയം സാധാരണഗതിയിൽ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഇല്ലാതെ സ്കൂൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിയുള്ള കാലഘട്ടത്തിൽ LP സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനാകാത്ത കുട്ടികളെ തിരിച്ചയക്കുന്ന ഈ സബ് ജില്ലയിലെ ഏക വിദ്യാലയമാണ് കൊളവല്ലൂർ LP സ്കൂൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലെ പുതിയൊരു നാഴികക്കല്ല് പ്രീ പ്രൈമറി വിഭാഗത്തിന് പ്രത്യേകം സൂചിപ്പിച്ചതുപോലെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള പ്രത്യേകമുള്ള ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൊളവല്ലൂർ LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിന് വേണ്ടി അത്യാധുനിക സൗകര്യത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 18-ന് രാവിലെ 10:30 മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ആംഫി ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിക്കും. കിഡ്സ് പാർക്ക് കുന്നോത്തോർ പഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീലയും വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം വാർഡംഗം T സുജലയും നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം പാഠപരമ്പിലൂടെ എന്ന പേരിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തും. 120 വർഷം പിന്നിട്ട വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. മാധ്യമപ്രവർത്തകൻ സനീഷ് ഇളയടത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ 18-നും 19-നും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൊളവല്ലൂർ LP സ്കൂളിലെ ഒരു പുതിയ പ്രീ പ്രൈമറി കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ അനുബന്ധമായി വാർഷികാഘോഷം പ്രീ പ്രൈമറി തലത്തിലെയും പ്രൈമറി തലത്തിലെയും വാർഷികാഘോഷമുണ്ട്. ഒപ്പം തന്നെ ഈ സ്കൂൾ രൂപീകൃതമായിട്ട് 121-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 120 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്ന ഒരു പരിപാടി ഇതിന്റെ ഭാഗമായി ആലോചിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപകൻ V ലിജിൻലാൽ, KP അജിത് കുമാർ, രവീന്ദ്രൻ കുന്നോത്ത്, V സജീഷ്, VK ഷാജേഷ്, PC ഉബൈദ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. എരഞ്ഞോളി പഞ്ചായത്ത് തോട്ടുമൽ ബസാറിൽ രാജ്യസഭാ MP P സന്തോഷ് കുമാറിന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. എരഞ്ഞോളി പഞ്ചായത്തിലെ തോട്ടുമൽ ബസാറിൽ ഹൈമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. എരഞ്ഞോളി തോട്ടുമൽ ബസാറിൽ P സന്തോഷ് കുമാർ MPയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പൈസ വളരെ ഫലപ്രദമായി ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നാട്ടുകാരുടെ ജാഗ്രത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൈമാസിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് പഞ്ചായത്തിന്റെ ഒരു സൗമനസ്യം കൂടെ ഇതിന്റെ പറയുന്നുണ്ട്. കാരണം ഇതിന്റെ മെയിൻ്റനൻസും അതുപോലെ ഇതിന്റെ കറണ്ടിന്റെ പൈസ കൊടുക്കണമല്ലോ, അത് കൊടുക്കുന്നത് പഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തുകളുടെ സാമ്പത്തിക ശേഷി വെച്ച് പലതാണ് പല പഞ്ചായത്തുകൾക്കും. അപ്പോൾ എറണാകുളം പഞ്ചായത്ത് അതിൽ സന്നദ്ധമായി എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കണ്ണൂർ കോർപ്പറേഷനകത്തൊന്ന് ഇത് കൊടുത്തിരുന്നു, അവിടുത്തെ പ്രദേശം ആവശ്യമുള്ളത്. പക്ഷെ അത് നടപ്പാക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് ആ കോർപ്പറേഷൻ അതിൻ്റെ പണം കൊടുക്കാനുള്ള ചില പ്രയാസങ്ങൾ എന്നോട് നേരിട്ടല്ല അവർ പറഞ്ഞു. അപ്പോൾ ചിലത് നമ്മൾ പറഞ്ഞു കിട്ടിയാൽ നല്ലതാണ്, കാരണം കിട്ടിയപ്പോൾ അടുത്ത മാറ്റി കൊടുക്കാനോ ഒന്ന് പറയാൻ കാത്ത്, കാരണം നിരവധി ആവശ്യങ്ങൾ വന്ന് കിടക്കുകയാണ്. പക്ഷെ പഞ്ചായത്ത് ഒരു നല്ല മനസ്സ് കാണിച്ചു എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്.
പിന്നെ ചെറിയ തുകയായിരിക്കാം, അല്ലെങ്കിൽ 4 ലക്ഷം എന്ന് പറയുന്നത് വികസന കാര്യത്തിനകത്തൊരു വലിയ തുകയല്ല. പക്ഷേ 4 ലക്ഷം അല്ല 40 രൂപയാണെങ്കിൽ പോലും അത് പബ്ലിക് മണിയാകുമ്പോൾ വളരെ ഫലപ്രദമായി ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ വലിയ ജാഗ്രത പലപ്പോഴും ആവശ്യമാണ്. പലയിടങ്ങളിലും ജനങ്ങൾ ആ ജാഗ്രത കാണിക്കാറുണ്ട്. ചിലയിടങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അനാവശ്യമായ കത്തുകളൊക്കെ എഴുതി വികസനം തടസ്സപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും അത് വളരെ അതായത് നമ്മുടെ പണമാണിത്. MP മാരോ MLA മാരോ ആരും നോട്ടടിക്കുന്നവരല്ല. പ്രധാനമന്ത്രി സ്കീം, മുഖ്യമന്ത്രി സ്കീമുകൾ, MLA ഈ എല്ലാം ഒരു നാടിൻ്റെ ആകെ സമ്പത്താണ്. അവർ നമുക്ക് എല്ലാവർക്കും അർഹതയുണ്ട്. നമ്മൾ ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ഇത് ഭംഗിയായി നിലനിർത്തുന്നതിനും ഇവിടെ പറഞ്ഞതുപോലെ ഇരുട്ടിനകറ്റി വെളിച്ചം തരുന്നത് നമ്മുടെ ഒരു പൊതു സ്വത്തായി കണക്കാക്കിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതൊക്കെ നിറവേറ്റാൻ നല്ല ശേഷിയും പാരമ്പര്യമുള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന തോട്ടുമുൽവാസികൾ. എത്രയോ കൊല്ലങ്ങളായി വരികയും പോവുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ സ്ഥലമാണിത്. അപ്പോൾ വളരെ ചെറിയൊരു കാര്യം, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB ശ്രീഷ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C സഫീറ, വാർഡ് അംഗങ്ങളായ K വിനീത, PV ദിജീഷ, മഹേഷ് കുമാർ, അശോകൻ MK, T ശശി, സുധീഷൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ ഉത്തരമേഖല കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തലശ്ശേരി VR കൃഷ്ണയ്യർ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയെ സംബന്ധിച്ചോളം ഒരു സ്പോർട്സിൻ്റെ നാടാണ്. ആ സ്പോർട്സിൻ്റെ നാട്ടിലേക്ക് ഈ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും അധ്യാപകന്മാരോടും ഈ സംഘാടക സമിതി ഒരുക്കിയ ആതിഥേയ നടപടിക്കകത്ത് നിങ്ങൾ പൂർണ്ണ തൃപ്തരായിക്കൊണ്ട് ഈ പരിപാടി ആസ്വദിച്ചുകൊണ്ടും പങ്കെടുത്തുകൊണ്ടും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തലശ്ശേരി നഗരത്തിൻ്റെ ഞാൻ പറഞ്ഞ സ്പോർട്സ് സംബന്ധിച്ച് ഈ തലശ്ശേരിക്ക് കേരളത്തിൽ പ്രത്യേകത, അഖിലേന്ത്യാ തലത്തിലുള്ള സ്പോർട്സ്മാൻമാരൊക്കെ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾ ഈ സ്പോർട്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ നിന്നുള്ള 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 1100ഓളം കുട്ടികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ജില്ലാതല മത്സരങ്ങളിൽ നിന്ന് ആദ്യത്തെ 3 സ്ഥാനങ്ങൾ നേടിയവരാണ് ഉത്തരമേഖല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. KDAA പ്രസിഡന്റ് ജോസ് മാത്യു അധ്യക്ഷനായി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹെൻറി ആന്റണി, അഷ്റഫ്, ഭാരതി ടീച്ചർ, COT ഷബീർ, മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ, സ്റ്റേറ്റ് കിഡ്സ് അത്ലറ്റിക് ചെയർമാൻ KK രവീന്ദ്രൻ, ജോൺസൺ മാസ്റ്റർ, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. KSAA സെക്രട്ടറി ചന്ദ്രശേഖരപിള്ള സ്വാഗതവും KDAA സെക്രട്ടറി U ഷാജി നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഓരോ സ്കൂളുകളിൽ നിന്നും ഓരോ ജില്ലകളിൽ നിന്നും 4 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ കിഡ്സ് ഒളിമ്പിക്സിലേക്ക് എത്തിക്കുന്ന ആ സ്കൂളിനകത്തുള്ള സ്പോർട്സ് അധ്യാപികമാർ, സ്കൂളിൻ്റെ PTA കമ്മിറ്റികൾ എന്നിവർക്കുള്ള അഭിനന്ദനം കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ചെറിയ കുട്ടികൾ തുടക്കം മുതൽ അവരുടെ ചെറിയ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അവരുടെ ചെറുപ്പം തൊട്ട് സ്പോർട്സിനെ പരിചിതമാകുകയാണ്. തൻ്റെ സ്കൂളിൽ നിന്ന് സിന്തറ്റിക് ട്രാക്കുള്ള വിശാലമായ ഗ്രൗണ്ടുള്ള മറ്റൊരിടത്തിലേക്ക് വന്ന് യഥാർത്ഥത്തിൽ ഭാവി കായിക താരങ്ങളെ സൃഷ്ടിക്കാനുള്ള ഒരു തുടക്കമാണ് കിഡ്സ് ഒളിമ്പിക് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ
അതിലൊരു ആശങ്കയുമില്ല, അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭാവി ഒളിമ്പിക് താരങ്ങളെ കേരളത്തിൻ്റെ സംഭാവനയാകാൻ വേണ്ടി പോകുന്ന, കേരളത്തിൻ്റെ ഭാവിയായിട്ട് മാറേണ്ട ഒരുപാട് ഒളിമ്പിക് താരങ്ങൾ ഇതിലൂടെയുള്ള നാം സംഘടിപ്പിക്കുന്ന കിഡ്സ് ഒളിമ്പിക്സിലൂടെ ഇത്തരം ഭാവി താരങ്ങളെ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനപ്പുറം ഞാൻ കാണുന്നത് നമ്മുടെ കുട്ടികളുടെ സന്തോഷമാണ്. ചെറിയ കുട്ടികൾ 4 വയസ്സും 12 വയസ്സും വരെയുള്ള കുട്ടികളുടെ ആടിയും പാടിയും കളിച്ചും ഈ ഒരു ദിവസം ഇവിടെ ചെലവഴിക്കുന്നത് അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതാണ്, അവരുടെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുന്നതാണ്. സ്റ്റേറ്റ് കിഡ്സ് അത്ലറ്റിക് ചെയർമാൻ കെ രവീന്ദ്രൻ അധ്യക്ഷനായി. സത്യൻ, ഷാലിമ ടീച്ചർ, റാഫി ഹാജി എന്നിവർ സംസാരിച്ചു. ഷിനിൽ കുര്യാക്കോസ് സ്വാഗതവും ലിജോ വർഗീസ് നന്ദിയും പറഞ്ഞു. 381 പോയിന്റുകൾ കരസ്ഥമാക്കി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ കടകശ്ശേരി മലപ്പുറം 1ാം സ്ഥാനവും സെന്റ് എലിസബത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൊങ്കണക്കാട് എ ടീം 2ാം സ്ഥാനവും സഫേർ സെൻട്രൽ സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചുക്ലി നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുത്തപ്പൻ മടപ്പുരയുടെ തിരുവപ്പന മഹോത്സവം ജനുവരി 18 മുതൽ 27 വരെയുള്ള 10 ദിവസങ്ങളായിട്ടുള്ള തീയതികളിൽ കൊണ്ടാടുകയാണ്. വർഷങ്ങളായിട്ട് മടപ്പുരയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികൾ നമുക്കറിയാം, ഏറെ ജനകീയ പ്രസക്തവും കാലിക പ്രസക്തവുമായിട്ടുള്ള പരിപാടികളാണ് മടപ്പുരയുടെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നടത്താറുള്ളത്. ഈ വർഷവും അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളാർന്ന സാംസ്കാരിക പരിപാടികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. 18-ാം തീയതിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. 8 ദിവസം നമ്മുടെ നാടിനെ ആകെ ആഹ്ലാദത്തിലും സാംസ്കാരികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള 1500ഓളം കലാകാരന്മാർ, അത് തദ്ദേശീയമായിട്ടും നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഉള്ള കുട്ടികളെയും മുതിർന്നവരെയും ആബാലവൃദ്ധം ജനങ്ങളെയും വേദിയിലെത്തിക്കുന്ന സാംസ്കാരിക പരിപാടികളാണ് ഈ വർഷം തിരുവപ്പന മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആഘോഷ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും കൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആധ്യാത്മിക ഉത്സവ ചടങ്ങുകൾക്കൊപ്പം അനുബന്ധമായി സാമൂഹ്യ സാംസ്കാരിക പരിപാടികളും സമന്വയിപ്പിച്ച് നടത്തുന്ന ഉത്സവമെന്ന ഖ്യാതി നെടുമ്പ്രം മുത്തപ്പൻ മടപ്പുരയ്ക്കുണ്ട്. തിരുവപ്പന ഉത്സവ നാളുകളിൽ നടത്തുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നാടാകെ ശ്രദ്ധയാകർഷിക്കാറുണ്ട്. 5 കിടപ്പ് രോഗികൾക്ക് ഈ വർഷവും ധനസഹായം നൽകുന്നുണ്ട്. 10 ദിവസം നീളുന്ന മഹോത്സവത്തിൻ്റെ 8 നാളുകളിലും വിവിധ കലോത്സവങ്ങൾ നടക്കും. 1500-ലേറെ കലാകാരന്മാർ വിവിധ ദിവസങ്ങളിൽ വേദിയിലെത്തും. സാംസ്കാരിക സമ്മേളനങ്ങളിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സാരഥികൾ, സിനിമാ താരങ്ങൾ, ചിത്രകാരന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. മികച്ച നാടകമായി സെലക്ട് ചെയ്ത നാടകവും ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വേദിയിലെത്തുന്നുണ്ട്. ജനുവരി 26-ന് അതുപോലെ തന്നെ വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള താലപ്പലി ഘോഷയാത്രയും ഈ വർഷം നടത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ പാലിയേറ്റീവ് മേഖലകളിൽ കിടപ്പ് രോഗികളെ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും നേത്ര പരിശോധന പോലെയുള്ള പരിസരത്തുള്ള അവരുടെ ആരോഗ്യ മേഖലകളിൽ ക്ഷേത്രം നൽകുന്ന സഹായങ്ങൾ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അടക്കം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രസന്ന, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത, ബ്ലോക്ക് മെമ്പർമാർ PK മോഹൻ മാസ്റ്റർ, ഉദയ മാസ്റ്റർ, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ്, പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്നോയായസ്, ചൊക്ലി പഞ്ചായത്ത് മെമ്പർമാരായ പ്രദീപൻ K, മിനി P, ജിൻസി KP, ജയചന്ദ്രൻ P, അജീന്ദ്രൻ, പന്നന്നൂർ പഞ്ചായത്ത് മെമ്പർ ഉമ്മർ TP, സിനിമാ താരങ്ങളായ നിഹാരിക S മോഹൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ചിത്രകാരൻ അനിരുദ്ധൻ എട്ടുവീട്ടിൽ തുടങ്ങിയവരും ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായിട്ടും പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ നടത്തുന്ന ജില്ലാതല ചിത്രരചനാ മത്സരത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. ആഘോഷ കമ്മിറ്റിയുടെയും മടപ്പുര ഭരണസമിതിയുടെയും ഭാരവാഹികളായ സുമേഷ് കണ്ടപ്പൻ, BKV വിജേഷ്, ഷിജു പുതുശ്ശേരി, മനയത്ത് ബാബു എന്നിവർ
വാർത്താ സമ്മേളനത്തിൽ ഉത്സവ പരിപാടികൾ വിശദീകരിച്ചു. നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് രാവിലെ ജില്ലാതല ചിത്രരചന മത്സരത്തോടു കൂടിയാണ് നമ്മുടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് 8 വീട്ടിൽ ചിത്രകാരനായിട്ടുള്ള അനിരുദ്ധനാണ്. രാവിലെ 9:30 ആ ചിത്രരചന മത്സരം ആരംഭിക്കുന്നത്. വൈകുന്നേരം സംസ്ഥാനതല സിനിമാറ്റിക് ഡാൻസ് മത്സരമാണ്. അത് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ എപ്പോഴും സംഘടിപ്പിക്കാറുള്ളത്. ഒരു തവണ മെഗാ മാർഗം കളിയായിരുന്നു, മെഗാ തിരുവാതിര നടത്തി, മെഗാ ഒപ്പന നടത്തി. ഈ തവണ കഴിഞ്ഞ തവണ മെഗാ മാർഗം കളി നടത്തി. ഈ തവണ നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് മത്സരമാണ്. അങ്ങനെ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ വർഷവും ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ലഹരിക്കെതിരെ MLA-മാരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തലശ്ശേരി നഗരസഭാ ഓഫീസിൽ സംഘാടക സമിതി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ കരായി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ MLA-മാരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തലശ്ശേരി നഗരസഭാ ഓഫീസിൽ സംഘാടക സമിതി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ കരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹെൻറി മാസ്റ്റർ, നഗരസഭാ കൗൺസിലർ ഷഹനാസ് മൻസൂർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AK വിജേഷ്, എക്സൈസ് റേഞ്ച് ഓഫീസർ M സുബിൻ രാജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP പ്രദീപൻ, മറ്റ് ഉദ്യോഗസ്ഥർ, വിവിധ സ്കൂൾ പ്രിൻസിപ്പൽമാർ, പ്രധാനാധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 28 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. റാലി VR കൃഷ്ണയ്യർ സ്മാരക നഗരസഭാ സ്റ്റേഡിയത്തിൽ നിന്നും പുറപ്പെട്ട് MG റോഡ്, പഴയ ബസ് സ്റ്റാൻഡ്, ലോഗൻസ് റോഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. കൂടാതെ ബോധവൽക്കരണ ഫ്ലാഷ് മോബ്, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവയും സംഘടിപ്പിക്കും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ, നഗരസഭാ ചെയർപേഴ്സൺ കരായി ചന്ദ്രശേഖരൻ, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS, തലശ്ശേരി ASP എന്നിവർ പങ്കെടുക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold,
Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. കരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം ജനുവരി 18 ഞായറാഴ്ച നടക്കും. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പ്രതിമ സ്ഥാപിക്കുക. വൈകിട്ട് 5-ന് കെ സുധാകരൻ MP അനാച്ഛാദനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 18-ന് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം നടക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കരിയാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിലാണ് ഗാന്ധി പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. കെ സുധാകരൻ MP അവറുകളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. കരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന മഹാത്മജിയുടെ പ്രതിമാനാച്ഛാദനം ജനുവരി 18-ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടത്തും. വൈകിട്ട് 5-ന് കെ സുധാകരൻ MP അനാച്ഛാദന കർമ്മം നിർവഹിക്കുമെന്ന് നേതാക്കൾ പെരിങ്ങത്തൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരം ദുഷ്പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പോരാടുക എന്നുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന കരിയാട് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഇത്തരം സമീപനങ്ങൾ, ഗാന്ധിജിയുടെ ഫോട്ടോ പോലും നമ്മുടെ നോട്ടുകളിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയ ഫാസിസം വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന BJP ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് പാർട്ടി നിലകൊള്ളുന്നത്. ആ നിലകൊള്ളുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി ഈ ഗാന്ധി പ്രതിമ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TH നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ജില്ലയിലെ പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ TH നാരായണൻ, MT അരവിന്ദൻ, TP അനൂപ്, KP ബജിത്ത് എന്നിവർ പങ്കെടുത്തു. പിണറായി പെരുമ സീസൺ 8-ന് ഞായറാഴ്ച തുടക്കമാകും. ഫെബ്രുവരി 7 വരെ നടക്കുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടാകെ പിണറായും പരിസര പ്രദേശങ്ങളും ഈ പെരുമ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള റിവർ ഫെസ്റ്റ് ജനുവരി 18-ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഓരോ ബന്ധപ്പെട്ട കമ്മിറ്റികളും വിശദീകരിക്കും. റിവർ ഫെസ്റ്റ്, നാടകമേള, പെരുമ ടോക്ക്, മെഗാമേള, ഫിലിം ഫെസ്റ്റിവൽ, അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രമുഖരായ മഹാത്മാ ഈ പെരുമ ടോക്കിൽ പങ്കെടുക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 7 വർഷങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ട് കുറെ കൂടി ഗാംഭീര്യമുള്ള പരിപാടിയാണ് ഈ തവണ നമ്മൾ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പിണറായി ഗ്രാമത്തിലൂടെ ഉയർന്ന് സംസ്ഥാനമാകെ അറിയപ്പെടുന്ന സാംസ്കാരിക ഉത്സവമായി മാറിക്കഴിഞ്ഞ പെരുമ സീസൺ 8 വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ കക്കോത്ത് രാജനും ജനറൽ കൺവീനർ KU ബാലകൃഷ്ണനും അറിയിച്ചു. നാടകോത്സവമുണ്ട്, മെഗാമേളയുണ്ട്, റിവർ ഫെസ്റ്റ് ഉണ്ട്, കവിയരങ്ങ്, പെരുമ ടോക്സ്, ഫിലിം ഫെസ്റ്റ്, വടംവലി മത്സരം,
പെരുമ കലാകേന്ദ്രം പരിശീലിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് അരങ്ങേറ്റം, അതുപോലെ തന്നെ മെൻ്റലിസം എന്നൊരു പരിപാടി. അങ്ങനെ ഇത്രയും പരിപാടികളാണ് 19 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 വേദികളാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ഒറ്റ വേദിയിൽ തൊട്ടടുത്ത് തന്നെയായിരുന്നു നടത്തിയിരുന്നതെങ്കിലും ഇത്തവണ 2 വേദികളിലായിട്ടാണ്. പിണറായി കൺവെൻഷൻ സെൻ്ററാണ് പ്രധാനപ്പെട്ട ഒരു വെന്യൂ ആയിട്ട് കണ്ടത്. അതിൽ മിക്കവാറും എല്ലാ പരിപാടികളും അതിനകത്ത് നടക്കും. മെഗാമേള നടക്കുന്നത് AKG ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇത്തവണ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അവിടത്തേക്ക് മാറ്റിയത്. നേരത്തെ ആദ്യകാലത്ത് നമ്മൾ 2-3 തവണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടത്തിയത്. ഇത്തവണയും ആ പരിപാടി അവിടെ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 2 വേദികളിലാണ്. 7 ദിവസം മെഗാമേളയാണ് AKG ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്നത്. മെഗാമേള 1 മുതൽ 7 വരെ AKG ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം P. രാജീവ്, മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവാണ് നിർവഹിക്കുക. അതേസമയത്ത് അതിൻ്റെ സമാപന സമ്മേളനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ നിർവഹിക്കുന്നതാണ്. 7-ാം തീയതിയാണ്. പെരുമ ടോക്സിൽ പ്രധാനപ്പെട്ട 7 ദിവസങ്ങളിലായിട്ട് 7 ദിവസങ്ങളിൽ 1 മുതൽ 7 വരെയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. 5 പേരുടെ പേര് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള ആളുകളുടെ 5 പേരുടെ പേരുകൾ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം 5:30 പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് നടത്താനുള്ളത്. അത് കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തല്ല, പുറത്ത് ഒരു നല്ല രീതിയിലുള്ള ആധുനിക സജ്ജീകരണത്തോടു കൂടിയിട്ടുള്ള ഒരു ടെൻറ്റ് നിർമ്മിച്ച് അതിനകത്ത് ഒരു 150-200 ആളുകൾക്ക് ഇരിക്കാൻ, താല്പര്യമുള്ള ആളുകൾക്ക് മുഴുവൻ അവിടെ പങ്കെടുക്കാം. ഓരോ രംഗത്തും താല്പര്യമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റൗണ്ട് ടേബിൾ സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു വളരെ ഗൗരവമുള്ള, കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വിദേശത്ത് തന്നെ അറിയപ്പെടുന്ന, ദേശീയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ്. അതിൻ്റെ പേര് പറഞ്ഞാൽ സൗരവ് ഗാംഗുലി, ഡോക്ടർ സോമനാഥ് ആണ് മുൻ ISRO ചെയർമാൻ, ശുഭാംശി ശുക്ല, നമുക്ക് ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ശുഭാംശി ശുക്ല അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CT രവികുമാർ പങ്കെടുക്കും. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന CT രവികുമാർ, SD ഷിബുലാൽ, co-founder ഇൻഫോസിസ്. ഇത്രയും ആളുകളുടെ പേര് ഞങ്ങൾക്ക് കിട്ടി. ഇതിൻ്റെ 2 പേരുടെ പേര് കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ്. ഞായറാഴ്ച മുതൽ 21 വരെ കാളി, ചേരിക്കൽ, മമ്പറം, പാറപ്പുറം, ചിറക്കുനി, ചെറുമാവിലായി തുടങ്ങിയ ബോട്ട് ജെട്ടികളിലും ഡാമിലുമായാണ് റിവർ ഫെസ്റ്റ് നടത്തുന്നത്. കയാക്കിംഗ്, ബോട്ട് സവാരി തുടങ്ങിയ സാഹസികതയും വിനോദവും അടങ്ങുന്ന കലാപരിപാടികളിൽ പുഴ വിഭവങ്ങൾ ആസ്വദിച്ച് പങ്കെടുക്കാനും കാണാനുമുള്ള സൗകര്യങ്ങൾ റിവർ ഫെസ്റ്റിലുണ്ടാകുമെന്ന് കൺവീനർ PM അഖിലും വിശദീകരിച്ചു. ഇതിൻ്റെ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനം, നമ്മളൊരു കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ കേന്ദ്രത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് വൈവിധ്യങ്ങളായ ഭക്ഷണം ആസ്വദിക്കാം. പുഴയോട് ചേർന്നുള്ള ഭക്ഷണ വൈവിധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നവരെയുണ്ടാകും. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കലാപരിപാടികളും ആസ്വദിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ബോട്ട് സവാരി നടത്താൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ വിനോദത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലാണ് റിവർ ഫെസ്റ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 18-ാം തീയതി കാളിയിൽ M. വിജയൻ MLA ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെയാണ് വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ നടക്കുന്നത്. തപ്പൽ മത്സരം, മീൻ തപ്പി പിടിക്കുന്ന ഒരു രീതിയുണ്ട്, തപ്പൽ മത്സരം, വലവീശൽ മത്സരം, ചെറുതോണി വള്ളംകളി മത്സരം. ഈ 3 മത്സരം നടക്കുന്നത് കാളിയിലാണ്. ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പെരുമ ടോക്സിൽ സംവദിക്കാൻ പ്രമുഖ ക്രിക്കറ്റ് താരവും കോച്ചുമായ സൗരവ് ഗാംഗുലി, ISRO മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ്, നാവിക കമാൻഡർ അഭിലാഷ് ടോണി തുടങ്ങിയ അന്താരാഷ്ട്ര പ്രതിഭകൾ എത്തും. പിണറായി കൺവെൻഷൻ സെൻറ്ററിലും തൊട്ടപ്പുറത്തുള്ള AKG മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലുമായാണ് പിണറായി പെരുമയുടെ മറ്റു പരിപാടികൾ അരങ്ങേറുക. 7 ദിവസം നടത്തുന്ന പെരുമ മെഗാ ഷോ സ്കൂൾ ഗ്രൗണ്ടിൽ ഫെബ്രുവരി 1-ന് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. മീഡിയ കൺവീനർ VV സന്തോഷ് കുമാർ, ട്രഷറർ V. ജനാർദ്ദനൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ TP രാജീവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരിൻ്റെയും കതിരൂർ കുടുംബശ്രീ CDSൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഗ്രോ ഇക്കോളജിക്കൽ പ്രാക്ടീസിൻ്റെ ഭാഗമായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കതിരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടി കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിത തുടർച്ചയ്ക്കും നമുക്ക് ഭക്ഷ്യ സുരക്ഷയ്ക്കും
കൃഷി ആവശ്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത് JLG ഗ്രൂപ്പുകളെയാണ്. വലിയ ഒരു പ്രസ്ഥാനത്തെയാണ് കാർഷിക മേഖലയിലേക്ക് ആധുനിക രീതിയിലുള്ള കൃഷി രീതികൾ പഠിപ്പിച്ചുകൊണ്ട് ഉൽപാദന വർധനവിനും ഉൽപാദനവും വിപണനവും കൂടി നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കണം. ആ നിലയിലേക്ക് നമ്മുടെ കതിരൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആഗ്രോ ഇക്കോളജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ കൃഷിയും പരിസ്ഥിതിയും ചേർന്നുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായ ഒരു രീതിയാണ്. അപ്പം നമുക്ക് ശാസ്ത്രീയമായ കൃഷി രീതികളിലേക്ക് തീർച്ചയായും നമ്മൾ പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ശാസ്ത്രീയ കൃഷി രീതി, ഇപ്പൊ ചൈനയിലൊക്കെ പറയുന്നത് 1 ഏക്കർ സ്ഥലത്ത് ഇവിടെ നമ്മൾ ചെയ്യുന്ന കൃഷി അവിടെ 5 സെന്റിൽ അത്രയും കൃഷി ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകളും കൃഷി രീതികളും അവർ പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കും അത് പിന്തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. CDS ചെയർപേഴ്സൺ PN വസന്ത അധ്യക്ഷത വഹിച്ചു. K ദിൽന, കതിരൂർ കൃഷി ഓഫീസർ E നദീറ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. PV ഷാഹിന, M സുഗതൻ എന്നിവർ സംബന്ധിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ലഹരി വിമുക്ത പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 27-ന് ബഹുമാന്യനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജ്ഭവനിൽ നിർവഹിച്ചു. ശരിയായ തീരുമാനങ്ങളെടുത്ത് ജീവിതത്തെ നേർദിശയിലേക്ക് നയിക്കും. കേന്ദ്ര സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച റാലിയിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനം പ്രമുഖ സാമൂഹിക പ്രവർത്തകനും പ്രഭാഷകനുമായ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ബ്രഹ്മകുമാരീസ് ആരോഗ്യ വിഭാഗം പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ വത്സലൻ നായർ വിഷയാവതരണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹെൻറി ആന്റണി, ബ്രഹ്മകുമാരീസ് തലശ്ശേരി കേന്ദ്രം കോർഡിനേറ്റർ രാജയോഗിനി, BK ഗൗരി ദീദി, കണ്ണൂർ മേഖലാ കോർഡിനേറ്റർ BK സബിത ദീദി, K ഷാനിഭായ്, ബ്രഹ്മകുമാരി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയവും ജനുവരി 18 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 12:30 വരെ ചുണ്ടങ്ങാപ്പൊയിൽ യങ് സ്റ്റാർ സാംസ്കാരിക വേദിയിൽ നടത്തും. രാവിലെ 9 മണിക്ക് ക്യാമ്പിന്റെ ഉദ്ഘാടനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ നിർവഹിക്കും. ചടങ്ങിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഹിന്ദി പരീക്ഷയിൽ സ്വർണ്ണ മെഡലോടെ 1ാം റാങ്ക് നേടിയ T അനശ്വര, അവയവദാനം നടത്തിയ വൃക്കദാതാവ് C അജയകുമാർ, കേരളോത്സവ മത്സര വിജയികൾ എന്നിവരെ ആദരിക്കും. ക്യാമ്പിൽ പരിശോധന നടത്തിയവരിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രി പുണ്യം 3ാം മൈലിൽ വെച്ച് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ രാവിലെ 9 മണിക്ക് മുമ്പായി യങ് സ്റ്റാർ സാംസ്കാരിക വേദിയിൽ എത്തണം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler.
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പ്രമുഖ സൂഫി വര്യൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മോന്താലിൻ്റെ നാമധേയത്തിൽ പള്ളിക്കുനിയിൽ ആരംഭിക്കുന്ന മർക്കസു റഹ്മ സ്ഥാപനങ്ങളുടെ ലോഞ്ചിങ് നടന്നു. സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ ലോഞ്ചിങ് നിർവഹിച്ചു. പ്രമുഖ സൂഫി വര്യൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മോന്താലിന്റെ നാമധേയത്തിൽ പള്ളിക്കുനിയിൽ ആരംഭിക്കുന്ന മർക്കസു റഹ്മ സ്ഥാപനങ്ങളുടെ ലോഞ്ചിങ് നടന്നു. സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ ലോഞ്ചിങ് നിർവഹിച്ചു. സാഹചര്യമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും ഒക്കെ സാഹചര്യമാണ്. നല്ലൊരു സാഹചര്യം, നല്ലൊരു കൂട്ടുകെട്ട്, നല്ലവരോടുള്ള ബന്ധങ്ങൾ. ചന്ദനം ചാലിയാൽ ചന്ദനം മണക്കും, ചാണകം ചാലിയാൽ ചാണകം മണക്കും. ഇന്ന് ഒരു കല്യാണ വേളയിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ എന്താണ് കാണുന്നത്? ഒരു ബോധം നൽകാൻ വേണ്ടേ എന്താണ് അവിടുത്തെ അവസ്ഥയുള്ളത്? ഒരു കല്യാണത്തിന് ഇരുന്നാൽ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന ആഭാസത്തിൽ പറയാൻ വയ്യ. പടക്കം പൊട്ടിക്കലും കടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ ചാടിക്കളിയും ഡാൻസും ഒക്കെയുണ്ട്. ഇതൊക്കെ കുറെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ധാർമ്മികമായ ബോധങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. വാപ്പ പറയുന്നതോ ഇല്ലെങ്കിൽ ഉമ്മ പറയുന്നിടത്തോ ഈ മക്കൾ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അല്ലെങ്കിൽ അധ്യാപകന്മാർക്കോ അല്ലെങ്കിൽ അധ്യാപികന്മാർക്കോ മാത്രമേ അതിന് കഴിയുള്ളൂ. ഇനി ഞങ്ങളെ കൊണ്ടും കഴിയില്ല എന്നൊരു ഒരു സിസ്റ്റത്തിലേക്ക് അവരും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ വളരെ പ്രയാസകരമായി തന്നെയുണ്ട്. സയ്യിദ് ഷറഫുദ്ദീൻ പ്രാർത്ഥന നടത്തി. സുബൈർ ഹാജി അധ്യക്ഷനായി. മജീദ് മുസ്ലിയാർ ഏറാമല മുഖ്യപ്രഭാഷണം നടത്തി. ആടയും ഈടയും മറുഭൂമി രചയിതാവും നാട്ടുകാരനുമായ മൊയ്തു പാറേമ്മലിനെ മുത്തന്നൂർ തങ്ങൾ, മുളിയിൽ മഹമ്മൂദ് ഹാജി എന്നിവർ ചേർന്ന് ആദരിച്ചു. ഷംസീർ സുറൈജി ക്യൂൻസ് ഗാർഡൻ വിമൻസ് കോളേജ് പ്രൊജക്ട് പ്രസന്റേഷൻ അവതരിപ്പിച്ചു. മോന്താൽ മഹല്ല് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷുഹൈബ് തങ്ങൾ, പാനൂർ നഗരസഭാ വൈസ് ചെയർമാൻ ബാബു മാസ്റ്റർ, മഹല്ല് ജനറൽ സെക്രട്ടറി സുലൈമാൻ മാസ്റ്റർ, സിറാജുൽ ഹുദ പ്രിൻസിപ്പൽ മൂസ പനോളി, സദർ മുഅല്ലിം ഇക്ബാൽ സക്കാഫി, പോണ്ടി റഹീം ഹാജി, PK സമദ് തങ്ങൾ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ റമീസ് മാസ്റ്റർ പള്ളിക്കുനി സ്വാഗതവും മർസൂഖ് മുയിനി നന്ദിയും പറഞ്ഞു. ഭിന്നശേഷി വിദ്യാലയമായ യെസ് അക്കാദമിയുടെ 4ാം വാർഷികാഘോഷം എക്സലൻഷ്യ 2K26 ജനുവരി 17 വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും. വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങ് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാനൂരിലെ ഭിന്നശേഷിക്കാരുടെ സ്നേഹവീടായ പാനൂർ യെസ് അക്കാദമി 4ാം വാർഷികം ആഘോഷിക്കുന്നു.
17 വൈകിട്ട് 4:30 ഇ ടി മുഹമ്മദ് ബഷീർ MP വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ MP ഇ മുഹമ്മദ് ബഷീറാണ്. പിന്നെ കൂട്ടിൽ മുഹമ്മദ് അലി ഒരു ഗ്രന്ഥകാരനും വാസകീയനാണ്. അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ നമ്മളെ ചെയർപേഴ്സൺ നൗഷത്ത് കുറച്ച് അവരും നമ്മൾ ഈ പരിപാടി പങ്കെടുക്കും. ബാക്കി നിങ്ങളെ നോട്ടീസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ 4 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അക്കാദമി അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ മക്കളുടെ കലാപരിപാടികൾ ഈ ഉദ്ഘാടനത്തിന് ശേഷം കലാപരിപാടികളുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ മക്കൾ സാധാരണഗതിയിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് പുറത്തിറങ്ങാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. ആ മക്കളെ പുറത്താക്കി കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി ആ കഴിവുകളെ വളർത്തി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ഈ പരിപാടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളും അവരും ഈ ഭിന്നശേഷി എന്ന് പറയുന്ന മക്കളൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് അവരെ മാത്രമല്ല അവരുടെ കേരളത്തിലും മൊത്തം സമൂഹത്തിലും. എസ് അക്കാദമി ചെയർമാൻ ബാലിൽ മുഹമ്മദ് ഹാജി അധ്യക്ഷനാകും. വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ജീവിതം തൊട്ടറിയാൻ എന്ന പുസ്തകം TK മുഹമ്മദ് അലി പ്രകാശനം ചെയ്യും. തുടർന്ന് എസ് അക്കാദമിയിലെ ഭിന്നശേഷി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ എസ് അക്കാദമി ചെയർമാൻ ബാലിൽ മുഹമ്മദ് ഹാജി, പ്രിൻസിപ്പാൾ നവ്യ വിജയൻ, നിസ്താർ കീഴുപറമ്പ്, P ഹനാൻ, M അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഞങ്ങളുടെ കാലശേഷം എന്ത് എന്ന് രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണിത്. കാരണം ഇവർക്കൊരു വരുമാനം ഉണ്ടാവുകയാണ്. ഈ വിൽപ്പന നടത്തുന്നതോടുകൂടി ഈ കുട്ടികളിലേക്ക് ഒരു വരുമാനം വരികയാണ്. ഇവർക്ക് വേണ്ടി നമ്മളൊരു പ്രത്യേക ഷോപ്പ് തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആനുവൽ ശേഷം നമ്മുടെ ഈ കുട്ടികൾ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം എസ് അക്കാദമിയുടെ പരിസരത്ത് വരുന്നുണ്ട്. അങ്ങനെ ആ സ്ഥാപനത്തിൽ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ എസിൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള മറ്റു പ്രൊഡക്റ്റുകളും ഒക്കെ വരുമ്പോൾ ഒരു 4-5 ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു തൊഴിലാകും, അവർക്കൊരു വരുമാനമാകും, അവരുടെ കുടുംബങ്ങൾക്ക് അതേറെ ആശ്വാസമാകും. ഇത്ര മഹത്തരമായ ഒരു സേവന മേഖലയിലാണ് എസ് അക്കാദമി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ 4ാം വാർഷികത്തിൽ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഒന്നുകൂടി ആവശ്യപ്പെട്ടു. പിണറായി C മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാലയുടെ മുഖ്യ സാരഥിയായിരുന്ന V പ്രസാദൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന സെക്രട്ടറി MC ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ സെക്രട്ടറിയും CPIM പാറപ്പുറം ലോക്കൽ സെക്രട്ടറിയും C മാധവൻ സ്മാരക വായനശാലയുടെ മുഖ്യ സാരഥിയുമായിരുന്ന V പ്രസാദൻ മാസ്റ്ററെ അനുസ്മരിച്ചു. വയോജനവേദിയുടെ ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനം പരിപാടിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. MC ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ യാത്രയക്കപ്പെടേണ്ട ഘട്ടത്തിൽ നമ്മുടെയൊക്കെ അനുശോചന യോഗത്തിലും അനുസ്മരണത്തിലും പങ്കെടുക്കേണ്ട ഒരു സഖാവിൻ്റെ പ്രസാദം നിങ്ങളോടൊപ്പം ഈ വായനശാലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പ്രസാദിൻ്റെതായ മേഖലകളിൽ അങ്ങേയറ്റം വ്യക്തിമുദ്ര പതിപ്പിച്ച, അങ്ങേയറ്റം ഇടപെട്ടുകൊണ്ട് സാമൂഹികമായ അംഗീകാരം, പ്രവർത്തന മേഖലയിലുള്ള അംഗീകാരം ഇതൊക്കെ നേടിയ ഒരു ചെറുപ്പക്കാരനായി. മാണിയത്ത് രാഘവൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, KK സനൽകുമാർ, E രാജൻ, P കുമാരൻ, N പങ്കജ, MM ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാംരാജ് മാട്രസ് ആൻഡ് പില്ലോസ് കമ്പനി ഷോറൂം പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂത്തുപറമ്പ് റോഡിൽ പാനൂർ ഗവൺമെൻറ് LP സ്കൂളിന് സമീപത്താണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. TP ട്രേഡേഴ്സാണ് രാംരാജ് മാട്രസ് ആൻഡ് പില്ലോസ് ഫ്രാഞ്ചൈസി ഏറ്റെടുത്തത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 മാസം വരെ എല്ലാ പർച്ചേസുകൾക്കും 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. കൂടാതെ സൗജന്യ ബെഡ്ഷീറ്റ് ആൻഡ് പില്ലോസും ലഭ്യമാക്കും.
ഈടുറ്റ കിടക്കകൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കട്ടിലുകളുടെ അളവുകൾക്ക് അനുസൃതമായി 2 മുതൽ 12 ഇഞ്ച് വരെ ഉയരമുള്ള കിടക്കകളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സ്പ്രിംഗ് ബെഡ്, ഫോം ബെഡ്, മെഡിക്കേറ്റഡ്, സെമി മെഡിക്കേറ്റഡ് തുടങ്ങി വൈവിധ്യമാർന്ന കിടക്കകളാണ് ഒരുക്കിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരി സെന്റിനറി പാർക്ക് നവീകരണം ഉടൻ പൂർത്തീകരിച്ച് മാർച്ച് മാസം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സജ്ജമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ. തലശ്ശേരി നഗരസഭയിൽ ULCCS ഏറ്റെടുത്ത പ്രധാന പദ്ധതികൾ അവലോകനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റ് മുൻമന്ത്രിയുമായ PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണം ശനിയാഴ്ച അനുസ്മരണ റാലിയോടെ പാനൂരിൽ സമാപിക്കും. പാലക്കുൽ UP സ്കൂളിൽ നടക്കുന്ന മഹിളാ സംഗമം മുൻ MLA ജമീല പ്രകാശം ഉദ്ഘാടനം ചെയ്യും. കൊളവല്ലൂർ LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിനു വേണ്ടി ആധുനിക സംവിധാനത്തിൽ നിർമ്മിച്ച കെട്ടിടം 18 രാവിലെ 10:30 നാടിന് സമർപ്പിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.